ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് പല സ്റ്റേജുകളുണ്ട്. അത് ഈ രോഗത്തിന്റെ തീവ്രതയ്ക്കും അതുപോലെ തന്നെ റെറ്റിനയിൽ വരുന്ന കേടുകളുടെ സ്റ്റേജിനും അനുസരിച്ചിട്ടാണ് ഈ സ്റ്റേജസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നോൺ പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, രണ്ടാമത്തെ പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, അതുപോലെ അഡ്വാൻസ്ഡ് ഡയബറ്റിക് ഐ ഡിസീസസ് പറഞ്ഞ ഒരു സ്റ്റേജ് കൂടിയുണ്ട്. അത് ഈ പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി വേണ്ട രീതിയിൽ ചികിത്സിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് വരെ അത് എത്താവുന്നതാണ്. അതെ. അപ്പൊ ഇതിലൊരു നമ്മളിപ്പോ പറഞ്ഞ ടേംസ് എന്ന് പറഞ്ഞാൽ നോൺ പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, പിന്നെ പ്രോലിഫറേഷൻ ബേസിക്കലി എന്തോന്ന് കാഴ്ച പുതുതായി ഉണ്ടാവണം, വലുതാവണം. നമ്മുടെ റെറ്റിനയില് പുതിയ രക്തക്കുഴലുകൾ ഉണ്ടാവാണ്. ഉള്ള രക്തക്കുഴലുകൾ ബാധിക്കുമ്പോൾ കട്ടി കുറഞ്ഞതും അതുപോലെ ക്വാളിറ്റി കുറഞ്ഞതുമായ രക്തക്കുഴലുകൾ ശരീരം ഉണ്ടാക്കുന്നു. അത് റെറ്റിനയിൽ നിറയുമ്പോൾ കാഴ്ചയെ അത് ബാധിക്കുന്നു. അത് ആദ്യത്തെ സ്റ്റേജിൽ നോൺ പ്രോലിഫറേറ്റീവ് ആണ്. സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ പ്രോലിഫറേറ്റീവ് വരുന്നു. അപ്പോൾ നല്ലോണം അത് ഉണ്ടാവുന്നു. അവിടെയും നമ്മൾ കെയർ ചെയ്യാണ്ട് പോകുമ്പോൾ അതൊരു അഡ്വാൻസ്ഡ് ഐ ഡിസീസ് എന്ന സംഭവത്തിലേക്ക് പോകുന്നു.